സുഖല്ലേ? ഓ നല്ല സുഖമാണ്. കല്യാണം പെണ്ണിന്റെ കാര്യമൊക്കെ എന്തായി? കാര്യങ്ങളല്ലേ പറയേണ്ടത്. അല്ല ഞാനെന്റെ പെണ്ണാണ് ഫോട്ടോ കാണിച്ചത്. കാണാൻ വേണ്ടി പറഞ്ഞാണ്. പെണ്ണിനെ കണ്ട് ഇഷ്ടപ്പെട്ടോ? ഫോട്ടോ കാണിച്ച ഫോട്ടോ നല്ല ഇഷ്ടമായി. നല്ല അഡ്രസ് ഒന്നുമില്ലേ? ഓ അഡ്രസ് ഒന്ന് പോയി നോക്കിയപ്പോ ഒന്നും പറയണ്ട. നിങ്ങളെ മൂച്ചിയുള്ള പറമ്പില് വിസപ്പടി കൊണ്ടോട്ടി കീശ്ശേരി കൊണ്ടോട്ടി അതാണ് അഡ്രസ്. അതൊക്കെ ശരിയാണ്. അഡ്രസ്സിനൊന്നും ഒരു കുഴപ്പമില്ല. വീട്ടിൽ പോയി പെണ്ണിനെ കണ്ടു. പെണ്ണല്ല ഉമ്മാനെ കണ്ടു എന്നറിയാം. പെണ്ണിന്റെ ഉമ്മാനെ? പെണ്ണില്ലോടെ? ഞാൻ നിങ്ങളോട് പറഞ്ഞത് എനിക്ക് പെണ്ണെട്ടിച്ചു തരാനല്ല, എനിക്ക് ഉമ്മാനാക്കി തരാനല്ല. അതിന് എന്റെ പേരിൽ നിന്റെ ഉമ്മ ഉണ്ട്. ഞാൻ തന്നത് റഷ്യ 30 വയസ്സ്, മൂച്ചിയുള്ള പറമ്പത്ത്, വിസപ്പടി കൊണ്ടോട്ടി, കിശ്ശേരി കൊണ്ടോട്ടി. ആ അഡ്രസ് പോയിട്ട് 30 ഉമ്മാനെ കണ്ടിട്ട് പോന്നെ. മോളെ കണ്ടിട്ടില്ലേ? മോളെ കണ്ടില്ല. അതൊക്കെ അങ്ങനെ പേരില് മോളില്ല, ഉമ്മേ ഉള്ളൂ. ഇല്ലാന്നുള്ള പേരില് എന്താ പറ്റിയേ? അതെന്താ പറ്റിയെന്ന് നിങ്ങള് കുടുംബത്തിൽ നോക്കണം. നിങ്ങൾ ഓരോരോ ആളിറങ്ങാറൊക്കെ പരിപാടി ആക്കി വെച്ചിട്ട്. അല്ലാതെ റഷ്യ 30 വയസ്സ്, മൂച്ചിയുള്ള പറമ്പത്ത്, കുണ്ടോട്ടി, അഡ്രസ് റെഡി. 30 വയസ്സ് തന്നെയാണല്ലേ? അതെ. മോളെ കാണാണ്ട് ഉമ്മാക്ക് ഇങ്ങനെയാ റസിയാന്ന് പേര് വരിക? മോളെ പേര് റസിയാകുമ്പോ അങ്ങനെ റസിയാന്ന് പേരിൽ ഒരു മോളില്ല, ഒരു ഉമ്മ ഉണ്ട്. ഒരു വയസ്സായ ഒരു സുഖമില്ലാത്ത ഒരു അയമുണ്ട്. അയമ്മന്റെ പേരാണ് റസിയ. എന്ത് പറ്റിയത്? സംഗതിട്ടാ അത് എന്താ നിങ്ങളോട് ഞാൻ ചോദിക്കാൻ വന്നതാണ്. അല്ലാതെ ഒരു മിനിറ്റ് നോക്കട്ടെ. റസിയ മൂച്ചിയുള്ള പറമ്പത്ത്. ഓക്കെ. 30 വയസ്സ് റെഡിയാണ്. പെണ്ണിനെ ഇഷ്ടപ്പെട്ടിട്ടാണല്ലോ പോയത്, കാണാൻ വേണ്ടി പോയത്. ഡേറ്റ് ഓഫ് ബർത്ത് നോക്കി കളിക്കള്. കാരണം നോക്കിക്കളി. നിങ്ങൾക്ക് വെറുതെ നോക്കാൻ പൈസ ഒന്നും വേണ്ടല്ലോ. റഷ്യ 1968 12/4/1968. സോറി 1962. 62. ഈ റസിയന്റെ പേരിൽ ഞാൻ എല്ലാ കാര്യവും അന്വേഷിച്ചറിഞ്ഞതാണ്. 62 ഇവര് ജനിച്ചത്. ഒന്ന് ആലോചിച്ചാളി. എല്ലാ 72 വയസ്സുണ്ടോ? എന്തോ നിന്നോട് ചോദിക്കണേ കള്ളപ്പന്നി. അല്ല, ഇതിന്റെ അകത്ത് 30 വയസ്സാണല്ലോ കാണുന്നത്. ഡേറ്റ് ഓഫ് ബർത്ത് വന്നിട്ടില്ല, ആധാർ കാർഡ് ഇല്ല, സ്വന്തമായിട്ട് ആധാർ കാർഡ് ഇല്ലെന്നാ പറഞ്ഞ. ആയിക്കോട്ടെ, ആധാർ കാർഡ് ഇല്ലെങ്കിൽ എന്താണ്? സ്കൂൾ സർട്ടിഫിക്കറ്റ് പറഞ്ഞ സാധനം ഉണ്ടാവില്ലേ? അതും തരില്ലല്ലോ. കല്യാണ ബ്യൂറോയിൽ വന്നു കഴിഞ്ഞാൽ ആധാർ കാർഡ് മേടിച്ചു വെക്കും, കുട്ടിയുടെ അഡ്രസ്സ് മേടിച്ചു വെക്കും. ആധാർ കാർഡ് ഇല്ലാതെ അവർക്ക് അഡ്രസ്സ് മേടിച്ചു വെച്ചു. 30 വയസ്സെന്നും പറഞ്ഞ വരുമ്പോ 40 വയസ്സ് കൂടുതലാകുന്നത് എന്തിനാണ്? ഒരു 1-2 വയസ്സ്, 3 വയസ്സ്, 5 വയസ്സ്, 10 വയസ്സ്. അതെന്താ പറ്റിയത്? ഇത് ഈ ലാപ്ടോപ്പിൽ ആദ്യം കയറിയ ഫോട്ടോ ആണിത്. 2000 ഫോട്ടോ ഇവിടെ രജിസ്റ്റർ ചെയ്ത്, പെണ്ണിന്റെ പേരിൽ രജിസ്റ്റർ ചെയ്ത്. 30 വയസ്സ്, 36 വയസ്സുണ്ട്. 36 വയസ്സോളം അന്നുണ്ട്. എന്നിട്ട് കളവ് പറഞ്ഞ് കയറ്റിയ 36 വയസ്സുള്ള പെണ്ണിനെ 30 വയസ്സെന്നും പറഞ്ഞ് കയറ്റിയതാണ്. ആയിക്കോട്ടെ. ഇപ്പൊ എന്തായി? ആ പെണ്ണിനെ വേണ്ട. ആ പെണ്ണിനെ ഒരു കാര്യം നിങ്ങള് നിങ്ങള് വേറെ ആരെങ്കിലും ഉണ്ടോ കുടുംബത്തിന് പെട്ട ആൾക്കാര്? കുടുംബത്തിന് വാപ്പയുണ്ട്, വല്യപ്പ മരിച്ചു. ഈ പരിപാടി ആളെ പറ്റിക്കലെന്നോ? അല്ലല്ല, ബ്രോക്കറേജ്. ഇതിന് ആളെ പറ്റിക്കലെന്ന് പറയലല്ലോ. ഓരോ രണ്ട് കുടുംബത്തിനാണല്ലോ. നിങ്ങൾ ഈ കല്യാണപ്പീഠ തുറന്നു വെച്ച ആളെ പറ്റിക്കാനല്ലേ? പറ്റിക്കുന്ന പരിപാടിയൊന്നുമില്ല. പിന്നെന്താണ് 30 വയസ്സുള്ളതിന് 60, 90, 70 വയസ്സുള്ള കുട്ടി ഇങ്ങനെയാണ്? ഈ കമ്പ്യൂട്ടറിൽ കയറ്റി ആദ്യത്തെ ഫോട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോട്ടോ എടുത്തു തന്ന് 30 വയസ്സിൽ കണ്ട് അത് ഞാൻ ബയോഡേറ്റ അങ്ങനെ തന്നു. ഫോട്ടോ അതാണ് നമുക്ക് ഇതിലുള്ള ഫോട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പെണ്ണിന്റെ ഫോട്ടോ തന്നത്. അതിലിപ്പോ പറഞ്ഞിട്ട് ഇന്ന പറഞ്ഞ കുറ്റമൊന്നും ഇല്ലല്ലോ. നിങ്ങൾ പോയി ഇഷ്ടപ്പെട്ടിട്ടില്ല. ഒരു കാര്യം ചെയ്യും, വേറെ ഉണ്ട് പെൺകുട്ടികളെ ഒന്ന് കാണുന്ന കണ്ടുപോയിക്കുക. ഞാൻ അന്നും പറഞ്ഞ കുറെ പെൺകുട്ടികളെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് അതാണ്. ഈ ഒരു പെൺകുട്ടീനെ നോക്കിയാട്ടെ, ഈ പെണ്ണിനെ നോക്കിയാട്ടെ, ഇത് പറ്റുമോ? ഇതിനിപ്പോ എന്തെങ്കിലും കുഴപ്പങ്ങളൊക്കെ ഉണ്ടാവുമോ? ഇല്ല, ഇത് കുഴപ്പമില്ല. കറുപ്പ് കുറച്ച് കളർ കൂടുതലേ ഉള്ളൂ. ഞാൻ നല്ല ഗ്ലാമർ ഉള്ളതല്ല, പിന്നെ എനിക്ക് കറുപ്പ് അങ്ങനെ ശരിയാകാം. ആയിക്കോട്ടെ, ഞാൻ നല്ല വേർത്തരാം. ഈ പെണ്ണിനെ നോക്കിയേ,
ആ അത് പറ്റിയില്ല അല്ലേ? ആ. അപ്പൊ നമുക്ക് നോക്കാം, അതിന്റെ ബയോഡേറ്റ ഒന്ന് നോക്കാം. ബയോഡേറ്റയില് റംസീന, റസിയാനെ പോലെ തന്നെ പേര് റംസീന, നല്ല നല്ല പേര് തന്നെയാണ്, പേരൊക്കെ നല്ല. 31 വയസ്സ് പ്രശ്നമുണ്ടോ? ഒന്നും പ്രശ്നമില്ല. പിന്നെ വാപ്പയില്ല, ഉമ്മച്ചിയുണ്ട്. വാപ്പയില്ല, ഉമ്മച്ചിയുണ്ട്. അത് കുറച്ച് തലവേദന കുറഞ്ഞിട്ടുള്ളൂ. ആയിക്കോട്ടെ. പിന്നെ 8 മൂടാനുള്ള സ്വത്തുണ്ട്. ഓക്കെ. കക്കോടി അങ്ങാടിയിൽ 6 കൂടി പീടിയുണ്ട്, ഒരു 3 ഏക്കർ സ്ഥലമുണ്ട്, അങ്ങാടിക്കുന്ന 3 ഏക്കർ സ്ഥലമുണ്ട്, ഇവർ നിൽക്കുന്ന 40 സെന്റിൽ ഒരു പുരയുണ്ട്. ഉമ്മാന്റെ തറവാടും ഒക്കെ ഉള്ള തന്നെയാണ്. എല്ലാ മക്കളെ ഇതൊക്കെ എനിക്ക് ഒറ്റയ്ക്ക് കൊണ്ടെടുക്കാൻ കഴിയുമോ? അല്ല, കൊണ്ടു നടക്കുന്നതിന് പ്രശ്നമില്ല, ചെറിയൊരു പ്രശ്നം അതിന്റെ അകത്തുണ്ട്, ചെറിയൊരു പ്രശ്നം, വലിയ പ്രശ്നമൊന്നും ഇല്ല. അത് ചെറിയ പ്രശ്നം. ആ പെൺകുട്ടിക്കൊന്നും കുറവൊന്നുമില്ല, എല്ലാം ഉണ്ട്, സ്വത്തുണ്ട്, ഉമ്മയുണ്ട്, ഉപ്പയില്ല എന്നുള്ളൊരു കുറവുണ്ട്. പിന്നെ ഉള്ളത് കൂടുതലാ, ഒരു കാലിന് ഇച്ചിരി നീളം കൂടും, ഒരു 3 ഇഞ്ച്, വലത്തെ കാലിന് 3 ഇഞ്ച് നീളം കൂടും. അത് പറ്റുമോ? അതല്ലാതെ വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലെ? വേറെ കുഴപ്പോ? പുറമെ മുതുകിലൊരു മൊയുണ്ട്, ഇത്തിരി ഇറച്ചി കൂടുതൽ ഇവിടെ വലതു ഭാഗത്ത്. ഇറച്ചി കൂടുതലാ? ഇറച്ചി കൂടുതലുള്ള പെണ്ണ. അത് പറ്റൂല. ഇറച്ചി കൂടുതൽ പറയുമ്പോ ഈ എന്താ പറയാ, കൂനല്ലേ? കൂനൊന്നും അങ്ങനെയും പറയും, ചില നാട്ടിൽ അങ്ങനെ പറയും. ഇനിയിപ്പോ നാവിന് എത്ര വലിപ്പുണ്ടെന്ന് അറിയാം? നാവിന്റെ അടയാളമൊന്നും ഇതിന്റെ അകത്ത് ഉണ്ടാവില്ല, നാവിന്റെ അളവൊന്നും ഇവിടെ തരൂല. നാവിന്റെ നീളം ഭയങ്കരമാണ് ഇപ്പത്തെ. ഇല്ല, അതിപ്പോ നമ്മളെ കൈക്ക് കരുത്തുണ്ടെങ്കിൽ നാവൊക്കെ കരക്കാൻ പറ്റുന്നുള്ളൂ. ഈ പെണ്ണിനെ പറ്റുമോ? ആ കൂനിച്ച് പെണ്ണിന് എന്റെ ബാപ്പാക്കും ആദ്യം കണ്ട പണിയില്ല, അപ്പൊ വയസ്സെത്തി എന്റെ വല്യപ്പാക്കും കെട്ടിച്ചെടുത്തു. കാളം എന്റെ ഒരു കല്യാണ പീഡിയ, വലക്കമ്മല ഒരു കല്യാണ പീഡിയ